അപകടക്കണിയായി സമീപന പാത. കുട്ടനാട്ടിലെ ചമ്പക്കുളം നെടുമുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചമ്പക്കുളം വലിയ പാലത്തിന്റെ സമീപന പാത ഇടിഞ്ഞുതാണ് അപകടങ്ങൾ തുടർക്കഥയായിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികാരികൾ. മാസങ്ങളായി തുടരുന്ന അവഗണനയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. നെടുമുടി ചമ്പക്കുളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചമ്പക്കുളം വലിയ പാലത്തിന്റെ സമീപന പാതയുടെ നിലവിലെ സ്ഥിതിയാണിത്. പടിഞ്ഞാറേക്കരയിൽ പാലവും റോഡുമായി ചേരുന്ന ഭാഗം ഇടിഞ്ഞു താണതോടെ യാത്ര തീർത്തും ദുരിതപൂർണം. മാസങ്ങളായി ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോഴും കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികാരികളെന്നാണ് പരാതി. ആംബുലൻസൊക്കെ പോകുമ്പോഴും രോഗിയായിട്ടൊക്കെ പോകുമ്പോൾ അറിയാലോ, അത് കൂടുതലും ഈ പെട്ടിവണ്ടി, ഓട്ടോ അങ്ങനത്തെ വണ്ടികളൊക്കെ, പിന്നെ വലിയ ലോറികളൊക്കെ ഇല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പാലം ഒരു ചെറിയ സ്റ്റോപ്പും കൂടി വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇത് എത്ര 200 പ്രാവശ്യം അത് റെഡിയാക്കിയതാണ്, പക്ഷേ താന്നാന്ന് പോവുകയാണ്. കുട്ടനാട്ടിൽ ഇപ്പോൾ കൊയ്ത്ത് കാലമാണ്. ഭാരവാഹനങ്ങൾ നിരന്തരം ഈ വഴി സഞ്ചരിക്കുന്നു. ചെറുതും വലുതുമായ അപകടങ്ങളും ഇവിടെ പതിവാണ്. കുറേ നാളുകളായിട്ട് പ്രശ്നത്തിലാണ്. വാഹനങ്ങൾ പോകുന്ന സമയത്ത് നിരവധിയായ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ലോഡും വണ്ടി കയറുന്ന സമയത്ത് ഇവിടെ കുത്തനെയുള്ള ഇറക്കം വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ജനങ്ങളുടെ യാത്ര ചെയ്യുന്നതിനുള്ള അസൗകര്യം ശരിക്കും അനുഭവപ്പെടുന്നത്. എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയുവാനായിട്ട്. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വഴി ലൈറ്റുകൾ കത്തുന്നില്ല. അതും ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായതുകൊണ്ട് എത്രയും വേഗം ഇതിനുള്ള പരിഹാരം കാണണമെന്ന്. ചമ്പക്കുളം പാലം യാത്രയ്ക്കായി തുറന്നുകൊടുത്ത ശേഷം പലതവണ പടിഞ്ഞാറേക്കരയിലെ സമീപനപാത ഇടിഞ്ഞു താണിരുന്നു. അപ്പോഴൊക്കെയും താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കുക മാത്രമാണ് ഉണ്ടായത്. പടിഞ്ഞാറേക്കരയിൽ ഒരു സ്പാൻ കൂടി നിർമ്മിച്ച് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അത് സ്ഥിരമായി അതിനെ ബീം കാലുകൾ നാട്ടിക്കൊണ്ട് ഇതുപോലെ കേഡർ ഫിറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയാലേ അത് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുകയുള്ളൂ. താൽക്കാലികമായി എന്തെങ്കിലും ഇതുവരെ പല പ്രാവശ്യം കാണിച്ചതാണ്, അത് വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് കാലുകൾ നാട്ടി അതേ ബീം പണിത് അതേ സ്ലോപ്പ് കൊടുത്താൽ മാത്രമേ കിഴക്കുവശത്ത് ചെയ്തതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്തും ചെയ്യണം. അല്ലെ അത് തുടർന്ന് അപകടങ്ങൾ തന്നെ ഉണ്ടാകും. ഇപ്പോൾ ഈ 19-ാം തീയതി നടക്കാൻ പോകുന്ന ആ വലിയ പെരുന്നാളിൽ തെക്കു നിന്നും കൊല്ലത്തു നിന്നും അന്ന് നാനാഭാഗത്തു നിന്നും വളരെയധികം വണ്ടികൾ വരുന്നതാണ്. വളരെയധികം വാഹനങ്ങളിൽ നെല്ല് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തെ കൂടെയാണ് ഇപ്പം എല്ലാ വണ്ടികളും ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്. ചമ്പക്കുളം ഗവൺമെൻറ് ആശുപത്രി, സെൻറ് മേരീസ് ബസിലിക്ക, നെടുമുടി പഞ്ചായത്ത് ഓഫീസ്, വിദ്യാലയങ്ങൾ, വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ദിവസേന 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണിത്. വിദ്യാർത്ഥികളടക്കം ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി സമീപനപാത ഉയർത്തി താൽക്കാലികമായെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്നും ശാശ്വത പരിഹാരത്തിനായി നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം.